ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സ് ഭാഗങ്ങളുടെ ഫോർമാറ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാവൽ ഇൻഫോ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രാവൽ ഇൻഫോ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റിയിട്ടുള്ള ഒരു അതായത് ആ ഒരു പ്ലേസ് റിലേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലെയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഇവിടെ വേണ്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിനെ പറ്റിയിട്ട് എന്താണ് പറയുക, അത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുക എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാവൽ ഇൻഫോ എന്ന് പറയുമ്പോൾ നമുക്കത് എഴുതാനായിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലേസിനെ പറ്റിയിട്ട് ട്രാവൽ ഇൻഫോ എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനെ പറ്റിയിട്ടോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. സോ ആദ്യമേ തന്നെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുക, ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് മെയിൻ ഹെഡിങ് ആയിട്ട് ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വരി വിട്ടിട്ട് അടുത്തത് എഴുതി തുടങ്ങിയാലും മതി. ഓക്കെ, ഇങ്ങനെ വര ഇടണമെന്നില്ല, ജസ്റ്റ് ഒരു ലൈൻ വിട്ടിട്ടായാലും അടുത്തത് എഴുതിയാൽ മതിയാവും. ദെൻ പിന്നെ ഞാനിവിടെ വയനാടാണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. സോ വയനാട് ഹെവൻ ഓൺ ദ എർത്ത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിനൊന്ന് വലുതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് വയനാടിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകളൊക്കെ ജസ്റ്റ് ഒരു 1, 2, 3 സെൻറ്റൻസിൽ എവിടെ എഴുതാവുന്നതാണ് കേട്ടോ. ആദ്യം ഒരു കുഞ്ഞ് പാരഗ്രാഫ് പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്, എഴുതുക. ഓക്കെ, ദെൻ അതിപ്പോൾ നിങ്ങൾ ഏത് പ്ലേസിനെ കുറിച്ചിട്ടാണോ എഴുതുന്നത്, ഇപ്പോൾ മൂന്നാറിനെ പറ്റിയിട്ടാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം. സോ എന്താക്കുക, ആ ഒരു പ്ലേസ് റിലേറ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒരു 2, 3 സെൻറ്റൻസിൽ ഒരു കുഞ്ഞു പാരഗ്രാഫായിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, ദെൻ നമ്മൾ എഴുതേണ്ട അടുത്തൊരു ഹെഡിങ് ആണ് ഗെറ്റിംഗ് ദെയർ. അതായത് ഈ പറയുന്ന സ്ഥലത്തോട്ട് എങ്ങനെയാണ് എത്താൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ വയനാടാണെങ്കിൽ എങ്ങനെയാണ് വയനാട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുക. സോ അവിടെ എഴുതിയിട്ടുള്ളത് വയനാട് ഈസ് 40 കിലോമീറ്റർ ഫാർ അവേ ഫ്രം കോഴിക്കോട് സിറ്റി ആൻഡ് നമുക്ക് ബസ്സിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ടോ അങ്ങോട്ട് എത്താൻ പറ്റും, റോഡ് ഉണ്ട്, ആ രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ പ്ലേസിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഗെറ്റിംഗ് ദെയർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് അവിടെ വന്നിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ അതിന് റിലേറ്റ് ചെയ്തിട്ട് ഒരു 1, 2 സെൻറ്റൻസിൽ കാര്യം എഴുതുക. പിന്നെ നമ്മൾ അടുത്ത് കൊടുക്കേണ്ട ഹെഡിങ് ആണ് ഡോണ്ട് മിസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് എവിടെ വന്നു കഴിഞ്ഞാൽ, വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഏത് ഡെസ്റ്റിനേഷനാണ്, അതായത് മേജറായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ബാണാസുര സാഗർ ഡാമിനെ പറ്റിയും എടക്കൽ കേവ്സ്, മീൻമുട്ടി വാട്ടർഫോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഡോണ്ട് മിസ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഹെഡിങ് അവിടെ വരണം. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് ക്വിസീനാണ്. അതായത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത്. സോ സദ്യ കൊടുത്തിട്ടുണ്ട്, റിവറൈൻ ഫുഡ് പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട്, ടപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാവൽ ഇൻഫോ നമുക്ക് ചോദിക്കുമ്പോൾ ഏത് പ്ലേസിനെ കുറിച്ചായാലും നമ്മൾ എഴുതി കഴിഞ്ഞാലും അവിടെ മസ്റ്റായിട്ടും ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കണം. ആൻഡ് എന്ത് ചെയ്യുക, ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് ആ ഒരു പ്ലേസ് ഏതാണ് അതിനൊന്ന് വലുതായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഒരു മേജർ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പ്ലേസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു കുഞ്ഞു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഗെറ്റിംഗ് ദെയർ, അവിടെ എങ്ങനെ എത്തിപ്പെടും ആ ഒരു സെക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഡോണ്ട് മിസ് ഔട്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ ദ ക്വിസിൻ, ഓക്കെ, ഫുഡ് എന്തൊക്കെയാണ് അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എക്സാമിന് ട്രാവൽ ഇൻഫോ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാവൽ എസ്സേ, ട്രാവലോഗ് എന്നും പറയും, ട്രാവൽ എസ്സേ. ഇത് നമുക്ക് എല്ലായ്പ്പോഴും +1 ഇംഗ്ലീഷിന് 8 മാർക്കിന് ചോദിക്കുന്ന ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ട്രാവൽ എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചിട്ടോ അങ്ങനെയൊക്കെ എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. സോറി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്ലേസിനെ കുറിച്ചാണ് എഴുതേണ്ടതെന്നുള്ളത് ഇപ്പോഴേ ഡിസൈഡ് ചെയ്ത് വച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഹിൽ സ്റ്റേഷനെ കുറിച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ ബേസ് ചെയ്ത് പഠിച്ചിട്ട് പോകുന്നതായിരിക്കാം മേ ബി നല്ലതായിരിക്കുക. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ഒരു ഹെഡിങ് അവിടെ മസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത് ഏത് പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ വയനാടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മൂന്നാറിനെ കുറിച്ചാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എ ട്രാവൽ എക്സ്പെഡിഷൻ ടു മൂന്നാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് നമുക്ക് അട്രാക്റ്റീവായിട്ട് കൊടുക്കാം. ഏതായാലും ആ പ്ലേസ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയില്ലേ മൂന്നാറിലേക്ക് ഒരു യാത്ര അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ഒരു യാത്ര എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ രീതിക്ക് ഒരു ഹെഡിങ് നമുക്ക് അവിടെ അട്രാക്റ്റീവായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുക.
ആൻഡ് ഹെഡിങ് കൊടുത്തതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു ഫോർമാറ്റും ഇല്ല, പാരഗ്രാഫ് തിരിച്ച് എഴുതി പോവുക, അത്രയേ ഉള്ളൂ. ട്രാവൽ എസ്സേക്ക് ട്രാവലോഗിന് നമ്മൾ ട്രാവൽ ഇൻഫോയിലൊക്കെ പറഞ്ഞ പോലെ വേറെ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് എടുത്ത് പറയാനില്ല. കാര്യം എന്താണോ ആ കണ്ടന്റ് എന്താണോ അത് നിങ്ങൾ എന്താക്കുക, പാരഗ്രാഫ് തിരിച്ച് എഴുതി പോവുക. പിന്നെ മാർക്ക് അനുസരിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 8 മാർക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 8 മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ 8 മാർക്കിന് വരുമ്പോൾ അതനുസരിച്ച് ചെയ്താൽ, ഇനി അഥവാ 6 മാർക്കിൻ്റെ സെക്ഷനിലാണ് വരുന്നതെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ. അപ്പോൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാനായിട്ട്. ഒറ്റ പാരഗ്രാഫിലൊന്നും എഴുതി വെക്കരുത്, പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഹെഡിങ് മസ്റ്റായിട്ടും കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യമായിട്ട് പറയുമ്പോൾ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നതെന്നുള്ളത് ഇപ്പോഴേ ഡിസൈഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാം കേട്ടോ. എഴുതുന്ന ടൈമിൽ ഇപ്പോൾ മൂന്നാറിനെ കുറിച്ചിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളെന്താണ് ഇന്ന ഡേ ഞാൻ ഫാമിലി ട്രിപ്പായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു എന്താണ് ആ ഒരു എലമെൻറ്റ് നമുക്ക് കൊണ്ടുവരില്ല. അല്ല ഇനി സ്കൂളിൽ നിന്ന് പോയതാണ്, ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ പോയതാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതാണ്, ആ രീതിക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ആൻഡ് എന്തായാലും നമ്മളങ്ങനെ യാത്ര തിരിച്ചു ആൻഡ് അവിടെ ലാൻഡ് ചെയ്തു. അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ആൾക്കാർ ആൻഡ് ഫുഡ്, അവിടുത്തെ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാം. പിന്നെ അവിടെ പോയപ്പോൾ ഉണ്ടായ നമ്മുടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. എന്ത് എലമെൻറ്റ്സ് വേണമെങ്കിൽ കൊണ്ടുവരാം. കൈ നിന്നിട്ട് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഏത് സ്ഥലത്തെക്കുറിച്ച് എഴുതിയാലും ഹെഡിങ് അവിടെ മസ്റ്റായിട്ടും കൊടുത്തിരിക്കുക. പിന്നെ പാരഗ്രാഫ് തിരിച്ച് മാർക്കിനനുസരിച്ച് എഴുതി പോവുക, അത്രയേ ഉള്ളൂ ട്രാവൽ എസ്സേക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ. ഓക്കെ, ഇനി ലൈവ് TV റിപ്പോർട്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് +1-ൽ. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ, കണ്ടാവു ഐലൻഡ് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. മീൻസ് ആ ഒരു ആ ഒരു ഐലൻഡിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ലൈവ് TV റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, അതിന് മുന്നേ ഈ ലൈവ് TV റിപ്പോർട്ട് അറിയാമല്ലോ അല്ലേ, നമ്മൾ ന്യൂസിൽ ലൈവൊക്കെ കാണാറില്ലേ അല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ, ആറ്റുകാൽ പൊങ്കാലയല്ലേ. അപ്പോൾ പൊങ്കാല റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈവൊക്കെ കാണാറില്ലേ. ഇപ്പോൾ ന്യൂസിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് അവിടെ അവരെന്താ ചെയ്യുന്നത്, അവരവിടെ എന്താണ് നടക്കുന്നത്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരയല്ലേ ചെയ്യുക അല്ലേ. ഇപ്പോൾ അവരെന്ത് ചെയ്തു, പൊങ്കാലയിട്ടോ, എന്താണ് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര പേരുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെയാണ് ലൈവ് TV റിപ്പോർട്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടാവു ഐലൻഡ് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. Hello friends, I am John from BBC News. Now I am standing at Kandavu in Namuwana. ഓക്കെ, അതായത് എല്ലാവരും വിഷ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് BBC ന്യൂസിൽ നിന്നും ജോൺ ആണ് ഞാനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാറുണ്ടല്ലോ ഇപ്പോൾ ഈ ന്യൂസ് പറയുന്ന ആൾക്കാർ. സോ ആ രീതിക്ക് നമുക്കിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ രീതിക്ക് നമുക്ക് തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലം ഏതാണോ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുവാനയിലുള്ള കണ്ടാവു ഐലൻഡിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അത് നമുക്ക് മാർക്കിനനുസരിച്ച് പാരഗ്രാഫ് തിരിച്ച് തന്നെ നിങ്ങൾക്ക് എഴുതി പോകാവുന്നതാണ്. ഓക്കെ, അത് എഴുതിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കൊടുക്കാൻ്റെ ഒരു സെൻറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം നമുവാന വിത്ത് ക്യാമറാമാൻ പീറ്റർ BBC ന്യൂസ്, ഈ രീതിയിൽ. ഓക്കെ, ലാസ്റ്റ് ഈ ലൈവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ. അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ക്യാമറമാൻ പീറ്ററിനോടൊപ്പം BBC ന്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതൊരു ലൈവ് TV റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഈ രീതിക്ക് തുടങ്ങാം ആൻഡ് ഈ രീതിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മുടെ മറ്റേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടില്ലേ അതുപോലെ തന്നെയാണ്. സോ പക്ഷേ ഈ തുടക്കവും ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ കൺക്ലൂഷനും ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് കണ്ടന്റ് എന്താക്കുക, പാരഗ്രാഫ് തിരിച്ച് മാർക്കിനനുസരിച്ച് കൂടി എഴുതി വെച്ചാൽ മതിയാവും. ഇനി നമ്മുടെ +1 ഇംഗ്ലീഷിൽ വരുന്ന ഒരു ഷുവറായിട്ട് ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അൺസീൻ പോയം അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പഠിച്ചിട്ടില്ലാത്ത അറിയില്ലാത്ത ഒരു പോയം തന്നിട്ടുണ്ടാവും, അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഒരു 2-3 തവണയെങ്കിലും ആ പോയം നന്നായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ കൂൾ ഓഫ് ടൈമിൻ്റെ ആ ഒരു ടൈമിലോ അല്ലെങ്കിൽ എങ്ങനെയായാലും ജസ്റ്റ് ഒരു 2 തവണയെങ്കിലും നിങ്ങളൊന്ന് വായിക്കാൻ നോക്കുക. കാരണം എങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം പിടികിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്കവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കവിടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കവിത വായിച്ചിട്ട് എന്താണോ മനസ്സിലായത്, ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് തീം എന്താണോ ആ ഒരു തീം ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാരഗ്രാഫായിട്ട്, ഓക്കെ, ഒറ്റ പാരഗ്രാഫായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ആ പോയം എന്താണ്, ഇപ്പോൾ ആ പോയം എന്താണ്, ഓഥറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോർ കണ്ടന്റ് ആണ്. അതായത് നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായ അതിൻ്റെ ആ ഒരു ഡീപ്പ് മീനിങ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് മനസ്സിലായ കാര്യം ചിലപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഡീപ്പായിട്ട് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് വായിച്ചപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ, സോ ആ ഒരു കണ്ടന്റ് നമുക്ക് പാരഗ്രാഫ് തിരിച്ച് തന്നെ നമുക്ക് അവിടെയും എഴുതി വെക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോയറ്റിക് ഡിവൈസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പോയറ്റിക് ഡിവൈസുകൾ എന്തായാലും തന്നിട്ടുണ്ടാവും. കാരണം അതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ പോയറ്റിക് ഡിവൈസുകൾ ഇപ്പോൾ അലിട്രേഷൻ ഉണ്ടെങ്കിൽ അലിട്രേഷൻ ഉണ്ട്, പ്ലസ് അതിനോടൊപ്പം അതിൻ്റെ എക്സാമ്പിൾസ് കൂടി എഴുതാനായിട്ട് നോക്കണം കേട്ടോ. അലിട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, അലിട്രേഷൻ ഉള്ള ലൈൻസ് ഏതാണോ അതുകൂടി എടുത്ത് എഴുതിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ലൈൻസ് ആൻഡ് സ്റ്റാൻസാസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എത്ര വരികളുണ്ട്, എത്ര സ്റ്റാൻസാസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ആ ഒരു കാര്യമൊക്കെ. പക്ഷേ പോയറ്റിക് ഡിവൈസ് ഒക്കെ എല്ലാവരും എന്തായാലും എഴുതേണ്ട കാര്യമാണ്, അതിന് പ്രത്യേകിച്ച് മാർക്ക് ഉള്ളതാണ്. ഓക്കെ, പിന്നെ റൈം സ്കീം ഉണ്ട്, റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെന്താണ് ലൈൻസ് വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അതെന്തുകൊണ്ടാണ്, അതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതി വയ്ക്കാവുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു കൺക്ലൂഷൻ ലാസ്റ്റ് എന്തായാലും കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഏറ്റവും അവസാനം കൊടുക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എനിക്ക് എൻ്റെ സാറ് പറഞ്ഞ സെൻറ്റൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു സെൻറ്റൻസ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ഇമ്മൻസ്ലി ഇംപ്രസീവ് ആൻഡ് ഇൻറ്റൻസ്ലി ഇൻസ്പയറിങ് ഓൺ മീ എന്ന് പറഞ്ഞിട്ട്. എവിടെ കണ്ടോ ഈ സെൻറ്റൻസിൽ അലിട്രേഷൻ ഉണ്ട്, എവിടെ ഐ കണ്ടോ, ഇതിലെല്ലാം ഐ വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ നല്ലൊരു സെൻറ്റൻസ് ആണ്. എന്താണ് ഇത് നല്ല ഇംപ്രസീവ് ആണ് ആൻഡ് ഓൾസോ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എഴുതാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതിയാവും. നിങ്ങൾക്ക് എങ്ങനെ വേണോ വൈൻഡപ്പ് ആക്കാം. ഓക്കെ, നല്ലൊരു സെൻറ്റൻസ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് പറഞ്ഞപ്പോൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ പോയം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് വെച്ചു. അതായത് നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് തീമോ ഒന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലാണ്ട് നമുക്ക് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തള്ളി വയ്ക്കുക. അതായത് നമുക്ക് ആ പോയത്തെക്കുറിച്ചൊന്നും മനസ്സിലായില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ആ ഒരു ഐഡിയ വെച്ചിട്ട് ആ പോയം ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ്, പിന്നെ ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവൻസ് ഉള്ള കവിതയാണ്, ഓദർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ ജനറേഷൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താക്കുക, കുറച്ച് ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കവിതേനെ ആ രീതിയിലുള്ള സെൻറ്റൻസുകൾ കൊടുത്ത് എഴുതി വയ്ക്കുക. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടൻറ്റ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് മാത്രം അവിടെ എഴുതി പോയാൽ മതി. പക്ഷേ മനസ്സിലായിട്ടില്ല, മീൻസ് വായിക്കുമ്പോൾ ഒന്നും പിടി കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താക്കുക, എക്സ്ട്രാ ഇട്ട് എഴുതി വെക്കുക. ഓക്കെ, എന്തെങ്കിലും നമുക്ക് എഴുതി വെക്കണമല്ലോ. ഓക്കെ, ഇടയിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മളവിടെ തെറ്റായിട്ടല്ലല്ലോ എഴുതുന്നത്. അതായത് എന്താണ് ഈ പോയം വളരെ നല്ലതാണ്, ആ ഒരു മീനിങ് മീൻസ് പോസിറ്റീവായിട്ടല്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, കണ്ടൻറ്റ് മനസ്സിലാക്കിക്കുക, ആ ഒരു കണ്ടൻറ്റ് മാത്രം എഴുതി വെച്ചിട്ട് എന്താ പറയുക ഇറങ്ങിയാൽ മതിയാവും. പക്ഷേ ഒന്നും പിടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും കൂടി എഴുതി വെച്ചാൽ മതിയാവും കേട്ടോ. പക്ഷെ ആ ഒരു ബേസിക് തീം അവിടെ ഉണ്ടാവണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തായാലും പിടി കിട്ടുമല്ലോ. ഓക്കെ, ആ ഒരു തീമിൽ നിന്നുകൊണ്ട് വേണം നമ്മളിങ്ങനെ എന്താണ് കൈനിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ. ഇനി അടുത്ത നമുക്ക് +2 ആക്ച്വലി കമ്പാരിസൺ മീൻസ് 2 പോയം, അതായത് എന്താണ് ഒരു നമുക്ക് പഠിച്ചിട്ടില്ലാത്തൊരു കവിത തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കവിതയായിട്ട് ബേസ് ചെയ്ത് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. +1 അത് കോമൺലി ചോദിക്കാറില്ല. പക്ഷേ ഞാൻ അതുകൂടി അതിൻ്റെ ഒരു ഫോർമാറ്റ് കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതുന്നവർക്ക് അതും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷൻ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ 2 കവിതകളെ കമ്പയർ ചെയ്ത് എഴുതാനാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു എവിടെ പറഞ്ഞില്ലേ സ്റ്റെപ്സ്, ഇതൊക്കെ തന്നെ അവിടെ നമുക്ക് ഫോളോ ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ തുടങ്ങാം, കോർ കണ്ടന്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ഒരു കവിതയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ് അടുത്ത കവിതയെ പറ്റിയിട്ട് പറഞ്ഞു. അതായത് പരസ്പരം ഇങ്ങനെ കമ്പയർ ചെയ്ത് പാരഗ്രാഫുകളാക്കി വേണം എഴുതി പോകാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പയർ ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ തന്നിട്ടുള്ള 2 കവിതകളും തമ്മിൽ എന്തായാലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ടാണ് ഒരു കവിത നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറയുന്ന കവിതയും എന്തായിരിക്കും ആ ഒരു തീം ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം നമുക്ക് കമ്പയർ ചെയ്യേണ്ട 2 കവിതകളും എന്തായിരിക്കും സെയിം തീമിലുള്ള കവിതകളായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു തീം വെച്ചുകൊണ്ട് നമുക്ക് 2 കവിതകളും എന്താണ് 2 കവിതകളിലും ഈ തീം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വേണം നമ്മൾ എഴുതി പോകാനായിട്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതുമ്പോൾ
രണ്ടിനെയും നമ്മളവിടെ പറഞ്ഞു, 2 കവിതേനെ പറ്റിയിട്ട് നമ്മളവിടെ പറഞ്ഞു പോകണം. ഓക്കെ, അല്ലാണ്ട് ഒരെണ്ണത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയല്ല, രണ്ടിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള രീതിയിൽ വേണം എഴുതി പോകാനായിട്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ്സ് തന്നെയാണ് അതിലും യൂസ് ആക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി നമ്മുടെ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ട് സെമിനാർ റിപ്പോർട്ട് കൂടി ഉണ്ട് അല്ലേ, സെമിനാർ റിപ്പോർട്ട് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൊക്കെ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത്രയും മാത്രമല്ല നമ്മുടെ ഡിസ്കോഴ്സസ് ആയിട്ടുള്ളത്, വേറെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ലെറ്റർ ഉണ്ട്, ഇമെയിൽ ഉണ്ട്, സ്പീച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം കുറേ കാര്യങ്ങളുടെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കുക, ഹോം പേജ് എടുത്ത് നോക്കിയാൽ മതി, അതൊക്കെ കിട്ടും. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സെപ്പറേറ്റ്ലി നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.